ഹലോ, അസ്സാം വലൈക്കും. ഞാൻ ഇന്നിവിടെ തയ്യാറാക്കാൻ പോകുന്നത് ഒരു നാടൻ സ്റ്റൈലിലുള്ളൊരു ചട്ടിച്ചോറാണ്. നോമ്പിനും പെരുന്നാളിനൊക്കെ നമ്മൾ ചിക്കനും മട്ടനും ബീഫൊക്കെ അല്ലായിരുന്നു. ഇതിപ്പം നമുക്ക് ചെമ്മീനൊക്കെ വെച്ചിട്ടുള്ളൊരു നാടൻ സ്റ്റൈൽ ചട്ടിച്ചോറ് തയ്യാറാക്കാം. അതെങ്ങനെയെന്ന് നോക്കാം. വളരെ ടേസ്റ്റ് ആയിട്ടുള്ളൊരു ചോറാണ്. ഇതിനകത്തിപ്പോൾ ഞാൻ കാണിക്കുന്നത് നമുക്കിത് ചെമ്മീൻ റോസ്റ്റും ഈ ബീട്രൂട്ടിൻ്റെ തോരനുമാണ്. അപ്പോൾ അതിന് വേണ്ടി ചെമ്മീൻ റോസ്റ്റിന് വേണ്ടി ഞാൻ ഇവിടെ 2 സവാള അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. കുറച്ച് ഒരു ടേബിൾ സ്പൂൺ വേണം ഇഞ്ചിയും വെളുത്തുള്ളി ചതച്ചത്, പിന്നെ ഒരു തക്കാളി, കുറച്ച് കറിവേപ്പില. ഇതേപോലെ തന്നെ ബീട്രൂട്ടിനും ഞാനൊരു 3 ബീട്രൂട്ട് നന്നായിട്ട് ഗ്രേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിൻ്റെ അരപ്പും അരച്ച് വെച്ചിട്ടുണ്ട്. കുറച്ച് തേങ്ങ, ജീരകം, വെളുത്തുള്ളി, കറിവേപ്പില, ഉപ്പ് ഇത്രയും ചേർത്തൊന്ന് ചതച്ച് വെച്ചാൽ മതി. എല്ലാവർക്കും അറിയുന്ന റെസിപ്പി തന്നെയല്ലേ. അപ്പോൾ ആദ്യം നമുക്ക് ഈ ചെമ്മീനൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം. അതിന് വേണ്ടി ഒരു ചട്ടി എടുത്ത് അതിലേക്ക് ആവശ്യത്തിന് എണ്ണ ഒഴിച്ചു കൊടുക്കാം. അതിലേക്ക് നമുക്ക് സവാള, കറിവേപ്പില ഒക്കെ ഇട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. ആദ്യം ആ ഇഞ്ചി വെളുത്തുള്ളിയും കൂടെ അതിലേക്ക് ചേർക്കാം. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. ഇനി ഇത് വഴുന്ന സമയം കൊണ്ട് നമുക്ക് ആ ബീട്രൂട്ടിൻ്റെ തോരൻ റെഡിയാക്കാം. അതിന് വേണ്ടി ഒരു പാൻ എടുത്ത് അതിലേക്ക് ആവശ്യത്തിന് എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ 1 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം. കുറച്ച് കറിവേപ്പില. ഇനി അതിലേക്ക് നമ്മൾ നേരത്തെ അരിഞ്ഞു വെച്ചിരിക്കുന്ന ആ ബീട്രൂട്ടിലോട്ട് തോരൻ്റെ അരപ്പും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് കൈകൊണ്ടൊന്ന് മിക്സ് ആക്കിയിട്ട്, ഇപ്പോൾ ഇതിനകത്ത് ഞാൻ ഉപ്പ് ഓൾറെഡി ചേർത്തിട്ടുണ്ട് അരപ്പിനകത്ത് കേട്ടോ. അപ്പം ഉപ്പ് നോക്കിയിട്ട് ആവശ്യമുണ്ടെങ്കിൽ അതും കൂടെ ചേർത്ത് നന്നായിട്ട് മിക്സ് ആക്കിയിട്ട് ഇതിനകത്തൊന്ന് അടച്ച് വെച്ചിട്ടൊന്ന് കുക്ക് ചെയ്തെടുത്താൽ മതി. കൈ കൊണ്ട് തന്നെ ആ തോരൻ്റെ ഇങ്ങനെ പുരട്ടുമ്പോൾ നല്ലൊരു ടേസ്റ്റുമാണ്, അരപ്പെല്ലായിടും പിടിക്കുകയും ചെയ്യും. ഇതൊക്കെ ഇതിൻ്റെ ചെമ്മീൻ്റെ റോസ്റ്റിൻ്റെ സവാളയൊക്കെ നന്നായിട്ട് വഴന്നു വന്നിട്ടുണ്ട്. ഇനി നമുക്ക് പൊടികൾ ഇട്ട് കൊടുക്കാം. 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 2 ടീസ്പൂൺ കുരുമുളക് പൊടി, 1.5 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടിയാണ് ഞാൻ ഇതിലേക്ക് ചേർക്കുന്നത്, 1.5 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1 ടേബിൾ സ്പൂൺ ഗരം മസാല, കുറച്ചുകൂടെ ഒന്ന് മുളക് പൊടി 1/4 ടീസ്പൂൺ കൂടെ ചേർക്കുന്നുണ്ട്. ഇതെല്ലാം കൂടെ നന്നായിട്ട് വഴറ്റി ഇതിൻ്റെ പച്ചമണം മാറുന്നത് വരെ ഒന്ന് വഴറ്റണം. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ആ തക്കാളിയും കൂടെ ചേർത്ത് വീണ്ടും ഒന്ന് നന്നായിട്ട് വഴറ്റിയെടുക്കണം. ഇതിലേക്ക് ചെമ്മീൻ ചേർത്ത് കൊടുക്കാം. ഇനി എല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം എന്നിട്ട് ഞാനൊരു 3/4 ഗ്ലാസ് ചൂടുവെള്ളമാണ് ഒഴിച്ച് കൊടുക്കുന്നത്. എന്നിട്ട് നന്നായിട്ടൊന്ന് അടച്ച് വെച്ചിട്ട് ഈ ചെമ്മീനൊന്ന് കുക്കാക്കി എടുക്കണം. കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ആ ബീട്രൂട്ട് തോരനൊന്ന് നോക്കാം. തോരൻ എന്താ റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ ഫ്ലെയിം ഓഫ് ആക്കിയതിന് ശേഷം ഒന്നുകൂടെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം അടച്ചു വെക്കാം. ഇനി നമുക്ക് ചെമ്മീൻ റോസ്റ്റ് നോക്കാം. അതെന്താ നന്നായിട്ട് വെള്ളമൊക്കെ വറ്റി നന്നായിട്ട് വന്നിട്ടുണ്ട്. ഇനി അതിൻ്റെ ഫ്ലെയിം ഒന്ന് ഓഫ് ആക്കാം. ഇനി ഇത് ഇച്ചിരിയും കൂടി ഇരിക്കുമ്പോൾ കുറച്ചുകൂടെ ഒന്ന് കുറുകും. നമുക്ക് ചട്ടിച്ചോറ് തയ്യാറാക്കാൻ വേണ്ടി ആദ്യം ഒരു ചട്ടി എടുത്ത് അതിൻ്റെ ഉള്ളിലൊരു വാഴയില വെച്ച് കൊടുക്കണം. വാഴയില വെച്ച് കൊടുത്താൽ നല്ല ടേസ്റ്റ് ആയിട്ട് നമുക്കൊരു പ്രത്യേക ടേസ്റ്റുമാണ് കേട്ടോ. അപ്പോൾ ആദ്യം കുറച്ച് ആ ചെമ്മീൻ്റെ ഗ്രേവി ഒന്ന് കുറച്ചൊന്ന് ഇങ്ങനെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം. നമുക്ക് കുറച്ച് ചോറിട്ട് കൊടുക്കാം. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഈ ചോറും ആ ചെമ്മീൻ്റെ ആ അരപ്പില്ലേ അതും കൂടെ ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ നമുക്ക് അതൊരു അങ്ങനെ ചെയ്താലേ നമുക്കൊരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ. നമുക്ക് മേളിൽ വരുമ്പോൾ നമുക്ക് താഴെ ഈ കറിയും കൂടെ കുറച്ച് എത്തണം. അപ്പോൾ അതുകൊണ്ടാണ് നമ്മളിങ്ങനെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നത്. ഇനി നമുക്ക് വീണ്ടും ചോറിട്ട് കൊടുക്കാം. എന്നിട്ട് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിട്ട് ബീട്രൂട്ടിൻ്റെ തോരനില്ലേ അതൊരു സൈഡിൽ വെച്ച് കൊടുക്കാം. 2 സ്പൂൺ വെച്ച് കൊടുത്താൽ മതി. ഇനി ഇതിലിപ്പോൾ ഞാൻ ഇതിൽ കാണിക്കാത്ത ഞാൻ ചമ്മന്തിയും ചീനിയും കൂടെ വെച്ച് കൊടുക്കുന്നുണ്ട്. ഈ ചമ്മന്തിയുടെ റെസിപ്പിയാണ് കുറേ നാൾ മുമ്പ് ഇട്ടൊരു വീഡിയോയ്ക്ക് അതൊരു പൊതിച്ചോറിനകത്ത് ഞാൻ ഇട്ടിട്ടുണ്ട്. പിന്നെ ലിങ്ക് വേണമെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടാം, അത് നോക്കിയാൽ മതി. നമുക്ക് ചീനി വേവിച്ചത് അതും കുറച്ച് വെച്ച് കൊടുക്കുന്നുണ്ട്.
പിന്നെ ആ ചെമ്മീൻ റോസ്റ്റ് അത് കുറച്ച് വെച്ച് കൊടുക്കുക സൈഡിൽ. പിന്നെ ഇതിലേക്ക് അച്ചാറും കൂടെ ഇട്ട് കൊടുക്കാം. കണ്ട, കാണാൻ തന്നെ എന്ത് രസമുണ്ട്, കഴിക്കാനും അതുപോലെ തന്നെ നല്ല ടേസ്റ്റാണ്. ഇനി ഈ ചെറിയൊരു ബൗൾ ഇങ്ങനെ നടുക്കിൽ വെച്ചിട്ട് അതിലേക്ക് കുറച്ച് പുളിശ്ശേരിയും കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. സാധാരണ എല്ലാവർക്കും അറിയുന്ന റെസിപ്പിയല്ല പുളിശ്ശേരിയിൽ, അതാണ് പിന്നെ ഞാനെടുത്ത് കാണിക്കാനത്. അപ്പോൾ വലിയൊരു ലോങ് വീഡിയോ ആയി പോവും. ഇപ്പോൾ കണ്ട, നമ്മൾ ചെമ്മീൻ ചട്ടിച്ചോറ് നല്ല റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇത് നമ്മുടെ റെസ്റ്റോറൻറ്റിൽ സ്ഥിരം ആൾക്കാർ ഏറ്റവും കൂടുതൽ ചോദിച്ചു വരുന്നൊരു ചോറുമാണ്, എപ്പോഴും പോകുന്ന ഒരു ഐറ്റം കൂടിയാണ്. എല്ലാവരും ഒന്ന് ട്രൈ നോക്കണം. അതുപോലെ എൻ്റെ ചാനൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത്. പുതിയ റെസിപ്പിയുമായി നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.